സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങളും പല തന്തയില്ലാത്തവരുടെ പ്രസ്താവനകളും ഒക്കെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ BJP-യിലുള്ള ഒരു പ്രതിനിധിയായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ പുള്ളിക്കാരി വന്നിട്ടൊരു പരാമർശം നടത്തുകയുണ്ടായി. വേടന്റെ ഈ പറയുന്ന കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ട്, ആ ഒരു പാട്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രധാനമന്ത്രി അവഹേളിക്കുകയാണ്. പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഊരി ചുറ്റുന്നവനാണ്, കാട് കട്ടവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാമർശിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ പാട്ട് ഇറങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി. ഈ മിനി എന്ന് പറയുന്ന കൃഷ്ണകുമാറിന്റെ വൈഫ് ഈ പാട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴേ ഈ അടുത്തിടയ്ക്കാണ് തോന്നുന്നു കാണുന്നത്. റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, മേഡം ഇത് 5 വർഷം മുൻപ് ഇറങ്ങിയ ഒരു പാട്ടാണ്, അന്നൊന്നും ഇല്ലാത്ത പരാതി എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാണ് അത് ഇപ്പോഴാണല്ലോ ശ്രദ്ധിക്കപ്പെട്ടത്, ഇപ്പോഴാണല്ലോ ഈ വിഷയം വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ കയറി വന്നത്, കത്തിക്കയറി വന്നത്, അതുകൊണ്ടാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങ് ഒതുക്കി കളയാമെന്നുള്ള ചില ദുഷ്ടശക്തികളുടെ ചിന്ത, ദുഷ്ടശക്തി കളന്നില്ല, ചില ദുഷ്ടശക്തിയുടെ ചിന്ത. ആ ദുഷ്ടശക്തി ആരാണ്? BJP RSS. അവരുടെ വിചാരം അവർ മാത്രം മതി. ഈ മിനി എന്ന് പറയുന്ന സ്ത്രീയും അതേപോലെ മധു എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അതായത് ഈ RSS മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യ പത്രാധിപൻ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പ്രസ്താവനയിൽ ഇവർ എടുത്തു പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വേടൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രശ്നമുണ്ടാവുമെന്ന് വെച്ചാൽ ആള് നിയന്ത്രണാതീതമായിട്ടുള്ള വിധത്തിൽ ആളുകൾ കൂടും. അപ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കലാശിക്കും, നാശനഷ്ടങ്ങൾ ഉണ്ടാവും. പിന്നീട് അതിനുശേഷം മിനി പറയുന്നത് എന്താ? വേടൻ പോയി പരിപാടി അവതരിപ്പിക്കുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ 2 പേരും മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ വേടനെ അങ്ങ് ഒതുക്കിക്കളണം. ഞാൻ ആദ്യമേ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശങ്ങളും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന RSS BJP എന്നുള്ളത്. അതിനുവേണ്ടി അവർ കണ്ടെത്താൻ പോകുന്ന ഒരു മാർഗം എന്തെന്ന് വെച്ചാൽ, വേടൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നമാണ്, വേടൻ പരിപാടി അവതരിപ്പിച്ചാൽ അവിടെ വിഷയങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് തന്നെയും ഈ കമ്മിറ്റിക്കാർക്ക് പ്രശ്നമുണ്ട്, നഷ്ടപരിഹാരങ്ങൾ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് വേടനെ ഇനി പരിപാടിക്ക് വിളിക്കണ്ട എന്ന ധാർഷ്ട്യം. വേടൻ ഇത് ചെയ്താൽ മതി. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വെച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ഈ സമൂഹത്തിലുള്ള ഇത്രയും ആളുകളെ ഒന്നടങ്കമാണ് ഈ പറയുന്ന BJP അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന ആളുകൾ കരിവാരി തേക്കാനായിട്ട് ശ്രമിക്കുന്നതും അവരുടെ ഈ ഒരു ആദർശത്തെ ഉറക്കിക്കളയാനും ശ്രമിക്കുന്നത്. വിമർശിക്കുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം നമ്മൾ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് നമ്മളിവിടെ കാണുകയാണ്. വേടനെ കൊടുക്കാൻ നോക്കി പറ്റിയില്ല, വേടന്റെ കഞ്ചാവിന്റെ കേസോ വേടന്റെ പുലിപ്പല്ലിന്റെ കേസോ അങ്ങനെയുള്ള ഒന്നും അവർക്ക് നടത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവനെ തടങ്കലിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ വേടൻ പ്രധാനമന്ത്രി അവഹേളിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞു, പ്രധാനമന്ത്രി അവഹേളിച്ചു എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്? അതിലെവിടെയാണ് പ്രധാനമന്ത്രി അവഹേളിക്കുന്നത്? അതിൽ പ്രധാനമന്ത്രി അവഹേളിച്ചു എന്നുള്ളത് വേടൻ പാടുമ്പോഴോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു ജനങ്ങൾക്കും മനസ്സിലായിട്ടില്ല പ്രധാനമന്ത്രി അവഹേളിച്ചു എന്നുള്ളത്. അത് മനസ്സിലായത് ഈ RSSനും BJPക്കും മാത്രം. എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി ഒരു കപട ദേശവാദിയാണെന്നും പ്രധാനമന്ത്രി ഊരി ചുറ്റുന്നവനാണെന്നും പ്രധാനമന്ത്രി കാട് കട്ടവനാണെന്നും നാട് മുടിക്കുമെന്നുള്ളത് ഈ RSSന്റെയും BJPയുടെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ. നമ്മുടെ ആരുടെയും മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അത് പ്രധാനമന്ത്രിയെ പറ്റിയാണെന്നേ ചിന്ത ഉണ്ടായിരുന്നില്ല. ചോറ് കട്ടവൻ മരിക്കും എന്ന് പറഞ്ഞെടുത്ത് അത് മധുവിനെ പറ്റിയാണെന്ന് നമുക്കറിയാം. പിന്നെ ഈ ഒരു വിഷയം പറയുമ്പോൾ അത് നമ്മളിപ്പോൾ സാധാരണ നമുക്കറിയാം, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന സ്കൂളിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അവൻ എന്നെ പറ്റിയാണല്ലോ പറയുന്നത്, ആ ഒരു ചിന്താഗതി നമുക്ക് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ മോശമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം RSSനും BJPക്കും എൻ്റെ മോദി അണ്ണനാണല്ലോ ഈ ഒരു പ്രശ്നത്തിന് ഇരയാവുന്നത്, അല്ലെ എൻ്റെ മോദി അണ്ണനെ പറ്റിയാണല്ലോ വേടൻ പരാമർശിക്കുന്നതെന്ന് തോന്നും. സ്വാഭാവികം, അതിനെ നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ ഗോത്രവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ ഇത് ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണ, എന്നുള്ളൊരു ധാർഷ്ട്യം, അത് നീയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. 2 മടക്കി കുത്തി നിന്റെയൊക്കെ മടിക്കുത്തിന് താഴെ വെച്ചാൽ മതി. ഇത് തന്നെയാണ് ശശികലയോടും പറയാനുള്ളത്. ശശികല പറഞ്ഞ എന്താ? ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു കലയുണ്ട്, അവരത് ചെയ്താൽ മതി, അതിനപ്പുറത്തേക്ക് അവരൊന്നും ചെയ്യണ്ട, ബാക്കിയുള്ളത് ഉന്നത കുലജാതന്മാരങ്ങ് ചെയ്തോളും. നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ട്, അഖിൽമാരാര് പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോൾ, പരസ്യമായി വന്നിട്ട് ഈ ലൈവിൽ പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് ഒന്നും സാധിച്ചിട്ടില്ല. BJP പോലും അതിന് മുന്നിലേക്ക് വന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പലരും റിയാക്ട് ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു വാക്ക് പോലും ആരും കൊണ്ടും പറയാൻ പറ്റില്ല. അത് അഖിൽമാരാരുടെ ജാതി മുന്തിയ ജാതിയാണ്. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയെ ഒരുപാട് ആളുകൾ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ചപ്പോഴും അതിനെ ഒന്നും പറയാൻ വയ്യാതിരുന്ന, ഇത്രയും നാളും വേനൽ നിദ്രയിലായിരുന്ന മിനി ചേച്ചി എന്തുകൊണ്ട് ഇപ്പോൾ ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. 5 വർഷം മുൻപ് ഇറങ്ങിയൊരു പാട്ട് 5 വർഷം മുൻപ് ഈ മോദിയോട് ഇത്ര പ്രണയം ഉണ്ടായിരുന്നില്ലേ? മോദിയോട് പ്രണയം തോന്നിയത് ഇപ്പോഴായിരിക്കും അല്ലേ? അത് വേറൊന്നുമല്ല, ഈ പാലക്കാട് നഗരസഭയിൽ വേടന്റെ പരിപാടി അവതരിപ്പിച്ചപ്പോൾ വേടൻ അവിടെ പോയിട്ട് പാട്ട് പാടി മോദിയെ അവഹേളിച്ചു, അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി, അതിനൊന്നും പൈസ കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം. ആ വിഷമം അതേപോലെ തന്നെ ഈ പാടുന്നതെല്ലാം ഞങ്ങൾക്കിട്ട് കിട്ടുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ ഈ കേരളത്തിലെ സീറ്റിനെ ബാധിക്കുമല്ലോ എന്നുള്ളൊരു പേടി കൊണ്ടൊക്കെ ഉടലെടുത്തൊരു സംഭവം തന്നെയാണ്. ഇതൊരു ഭയമാണ്, ഭയം, വല്ലാത്ത ഭയം.
വേടൻ എഴുതുന്ന വരികൾ, വേടൻ പാടുന്ന പാട്ടുകൾ എവിടെയൊക്കെയോ കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു സത്യമായിട്ടുള്ളൊരു കാര്യം. അതിനെ നല്ല രീതിയിൽ തന്നെ കാണാനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ കാണുള്ളൂ. വേടനടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന എല്ലാ ആളുകളും അതിനെ നല്ല പോസിറ്റീവായിട്ടേ കാണുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ഇനി ഈ തന്തയില്ലായ്മ ആവർത്തിക്കാൻ പാടില്ല. RSSന്റെയും BJPയുടെയും നയം എന്താണെന്നുള്ളത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനങ്ങൾക്കും, കൊച്ചുകുട്ടികളടക്കമുള്ള എല്ലാവർക്കും മനസ്സിലായി. വേടനെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നത് വേടനെ മാത്രമല്ല, ആ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെയും രാഷ്ട്രീയത്തെയുമാണ്. ആ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയവും രാഷ്ട്രീയം എന്താണ്? നമ്മുടെ നാട്ടിലെ തന്തയില്ലായ്മയും കൊള്ളരുതായ്മയും അല്ലെങ്കിൽ ജാതി വർണ്ണ വിവേചനങ്ങൾക്കൊപ്പം നീയൊക്കെ നിലകൊള്ളുന്നൊരു സംഭവമാണ് വേടൻ മുന്നോട്ട് വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ RSS എന്ന് പറയുന്നത് വർഗീയവാദികളൊന്നുമല്ല. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞ് തെറ്റിപ്പോയതാണ്. ഇവർ ശരിക്കും ഈ ജാതി, നിറം, വർണ്ണം ഇതിന് മോശമാക്കി ചിത്രീകരിക്കാൻ, അല്ലെങ്കിൽ ഇവർക്കൊരു സ്ഥാനം, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സ്ഥാനം കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇന്നലെ കണ്ടൊരു വാർത്തയാണ്, മാതൃഭൂമിയിൽ വന്നൊരു വാർത്തയാണ്. ഞാൻ ഈ കുറച്ചു മുമ്പ് പറഞ്ഞു, ഈ പാട്ടൊക്കെ പാടുമ്പോൾ അത് നമുക്കിട്ടാണല്ലോ വരുന്നതെന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കണം ഒരുപക്ഷെ മിനി ഈ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ വാർത്ത ഒന്ന് പ്ലേ ചെയ്യും. അത് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അത് ഞങ്ങളെ തന്നെയാണ്, ഞങ്ങളെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ അതെനിക്കിട്ടാണല്ലോ മച്ചമ്പി, എനിക്കിട്ട് മാത്രമാണല്ലോ, നമ്മളെ തന്നെയാണല്ലോ എന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. അപ്പോൾ ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. പ്രധാനമന്ത്രിക്കെതിരാണെന്ന് തോന്നാൻ കാരണമല്ല, മോദി കപട ദേശവാദി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വാളെടുത്തവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട്, ഊര് ചുറ്റുന്നവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട്. അതെന്താണെന്ന് വേടൻ വിശദീകരിക്കേണ്ട റൈറ്റ് വേടനുണ്ട്. നമ്മൾ പറയുന്നത് എന്താണെന്ന് അയാൾ തന്നെ നമുക്ക് പറഞ്ഞു തരണം. ഡയറക്റ്റായിട്ട് അയാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പറഞ്ഞിരിക്കുകയാണ്. അത് ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഒരിക്കലും മറ്റൊരു കൺട്രിയിൽ ഇത്തരത്തിലുള്ള പ്രവണത ഒരു കാരണവശാലും അനുവദിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത് പറഞ്ഞിട്ട് ഇത്രയും ഡിലേ ആയത് എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ കണ്ണിൽ പെട്ട ഉടനെ തന്നെ ഞാൻ ആഭ്യന്തര മന്ത്രാലയത്തിലും എന്നേക്കും പരാതി കൊടുത്തു. 4 വർഷമായി ഈ പാട്ട് ഇറങ്ങിയിട്ട് വലിയ രീതിയിൽ ചർച്ചയാവുകയും സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ രീതിയിലും യുവാക്കളും അല്ലാത്തവരൊക്കെ ഏറ്റെടുത്തൊരു പാട്ട് കൂടിയാണ്. അതൊക്കെ 4 വർഷം കഴിഞ്ഞ് ഒരു പരാജയമായിട്ട് ഇപ്പോഴാണ് ഈ വിഷയങ്ങൾ പൊങ്ങി വരുന്നത്. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്നത്. അത് നമ്മുടെ ആ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉയർന്നു വരുന്നതെന്ന്. എന്ത് സംഭവങ്ങൾ? വേടൻ എന്ന് പറയുന്ന വ്യക്തി ഉയർന്നു വരുന്നത്, വേടനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അങ്ങ് ഉറക്കണം, അല്ലെങ്കിൽ അതിനെ അങ്ങ് നശിപ്പിക്കണം, ഉന്മൂലനം ചെയ്യണം. പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിലും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പ്രധാനമന്ത്രി അടക്കം അല്ലെങ്കിൽ എല്ലാവരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓർക്കണം. അങ്ങനെ ഇരിക്കെ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞു എന്നുള്ളൊരു പേരിൽ ഇവൻ ഇത് മാത്രം ചെയ്താൽ മതി, ഇനി ഇവനത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യം, അതാണ് മിനിയുടെ വാക്കുകളിൽ തെളിഞ്ഞിരിക്കുന്നത്. ബാക്കിയുണ്ട് നോക്കാം. തന്നെയാണ് ഇവിടെ പ്രശ്നം. ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ, ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഇൻഫ്ലുവൻസർ ഒരു വലിയ ജനസമൂഹത്തിന്റെ മുമ്പാകെ നിന്നാണ് ഇത് പാടിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതെ, അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അടിമത്ത വ്യവസ്ഥിതി. ഇപ്പൊ എന്താ അടിമത്ത വ്യവസ്ഥിതി? ഇപ്പൊ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഒരു തരത്തിലും ഒരു അടിമത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നില്ല. അപ്പൊ പഴയകാല കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിലേക്ക് ഒരു സംശയത്തിന്റെ വിത്തുപാകുക എന്നുള്ളതാണ് വേടൻ ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ജാതീയ സങ്കല്പങ്ങളൊക്കെ പുതിയതായിട്ട് പുതിയ രൂപത്തിൽ ആൾക്കാരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതെന്ന് അതെന്തായാലും അന്വേഷിക്കേണ്ടത് NIA യുടെ ചുമതലയാണ്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം വന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് നിലവിലുണ്ടായിരുന്ന കേസുകൾ, ഇതെല്ലാം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇന്ന് അടിമത്ത വ്യവസ്ഥിതി ഇല്ല അത്രേ. അങ്ങനെയാണെങ്കിൽ മിനി ചേച്ചി, ഞാനൊരു വാർത്ത ഈ സൈഡിലൊന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടു നോക്കാം. അപ്പം ഞാൻ ഈ വാർത്ത ഒന്ന് പ്ലേ ചെയ്യാമേ. ബിന്ദു ഒരു പട്ടികജാതിക്കാരി ആയതുകൊണ്ടാണ് ഒറ്റയടിക്ക് ബിന്ദുവാണിത് മോഷ്ടിച്ചതെന്ന് അവർക്ക് തോന്നിയതെന്ന് ബിന്ദുവിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പട്ടിക സ്റ്റേഷനിൽ ചെന്നപ്പോൾ എനിക്കത് തോന്നിയിട്ടുണ്ട് സാർ. എന്തു തോന്നി? എങ്ങനെ തോന്നി? ഞാനൊരു കാണാൻ ഭംഗിയില്ല, കറുപ്പ്, എൻ്റെ നിറത്തിൻ്റെയൊക്കെ ഇതുകൊണ്ടായിരിക്കും ഇവരെന്നോട് ഇത്രയും ക്രൂരത എന്നോട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും മറുപടി ലഭിച്ചോ ഈ നൽകിയ പരാതികൾക്ക്? പട്ടികജാതി കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ പോയി, നമ്മളവിടെ ചെന്നു, പരാതി സാറിനെ കണ്ടു, സംസാരിച്ചു, അവിടെ മൊഴി കൊടുക്കാൻ പറഞ്ഞു. ഇതൊരു ചെറിയ വാർത്തയല്ല. ഇതെന്താണ്? നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വർണ്ണവിവേചനമല്ലേ? ഇതിൽ മിനി എടുത്തു പറഞ്ഞൊരു കാര്യം, ഇന്ന് അടിമത്തത്തിന് പ്രസക്തി ഇല്ല എന്നാണ്. ആ ഒരു വാർത്തയോടെ ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പൊ നമ്മൾ കണ്ടതാണ്, അതിന്റെ വേറൊരു വാർത്തയാണ്, അതോടെ ഒന്ന് പ്ലേ ചെയ്യാം.
അടിമത്തം എന്നേ അംബേദ്കറൊക്കെ നിർത്തിയതാണ്. അതിപ്പോൾ ഈ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം എന്ന കാര്യത്തിനെ ഒരു പ്രസക്തിയില്ല. ഇന്ന് സബ്കാ സാത്ത് സബ്കാ വികാസാണ്. എല്ലാവരോടുമൊപ്പം എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും റിസർവേഷൻ നൽകി അദ്ദേഹത്തെ പരിഗണന കൊടുത്തുകൊണ്ടുള്ള എല്ലാ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. വികസിത ഇന്ത്യയാണ് ഇന്ന് നമുക്ക് കാണുന്നത്. ഇതിൽ അടിമത്തം എവിടെയാണുള്ളത്? അടിമത്തത്തിൻ്റെ ഒരു കാര്യമില്ല. ഇത് ഇന്ന് പുതിയ തലമുറയിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യുന്നത്. അടിമത്തം ഉണ്ടായിരുന്നു എന്നൊരു കാര്യം പുതിയ തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തുകയല്ല ശരിക്കും വേടൻ്റെ വരികൾ. അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കണം. അതിപ്പോൾ അടിമത്തത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളതല്ലേ. നമ്മൾ അംബേദ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അടിമത്തത്തെക്കുറിച്ച് പഠിക്കില്ലേ? ഏത് കുട്ടിക്ക് അതിൽ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അടിമത്തം ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതല്ല വേടന്റെ വരികളെന്ന്. അപ്പോഴും മിനി പറയുന്നത് ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രസക്തി ഇല്ല എന്നാണ്. മുൻപ് നടന്നിരുന്ന കാര്യങ്ങളും ഇന്ന് നടക്കുന്ന കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? എനിക്ക് മിനിയോട് അധികം ഒന്നും പറയാനില്ല. കാരണം 5 വർഷം മുൻപ് ഇറങ്ങിയ പാട്ട് കണ്ട മിനി ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പേരൂർക്കട സംഭവിച്ച കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിലും അംബേദ്കറിന്റെ കാലത്തുണ്ടായിരുന്ന അടിമത്തം ഇന്നത്തെ കാലത്തില്ല. അംബേദ്കറിനെ പോലെ വലിയ ആളുകൾ അത് മാറ്റിയെന്ന് പറയുമ്പോൾ എവിടെയാണ് മിനി അടിമത്തം മാറിയിട്ടുള്ളത്? ആരെങ്കിലും പറഞ്ഞു തന്നത് കേട്ടിട്ട് ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഇളക്കി വിട്ടതിന്റെ പേരിൽ വന്നിരുന്നു വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി വിമർശിക്കുമ്പോഴേ ആരും വേടനൊപ്പം മാത്രമല്ല നിൽക്കുന്നത്. വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ. ഇപ്പം വേടൻ ഒരു മന്ത്രിയായിട്ട് നിൽക്കണ വേടൻ വിജയിക്കും, പുഷ്പം പോലെ വിജയിക്കും. എന്തുകൊണ്ടാണ്? വേടന്റെ ഉള്ളിൽ ആ തീയുണ്ട്. വേടൻ അനുഭവിച്ചിരുന്ന, വേടൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ പലരും അനുഭവിക്കുന്ന, അവർക്കെല്ലാം നേരിടേണ്ടി വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള തന്തയില്ലായ്മകളെയും വേടൻ വരച്ചു കാണിക്കുമ്പോൾ ഇത് കൊള്ളുന്ന ചില ആളുകൾ മാത്രമാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ ആ വേടനെയും ആ വേടന്റെ രാഷ്ട്രീയത്തിനൊപ്പം നിലനിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ. അപ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ ഉത്തരമില്ല. കാരണം ഇന്നും അടിമത്തം നിലനിൽക്കുന്നുണ്ടായിട്ടും നിങ്ങൾ പറയുന്ന അടിമത്തം നിലനിൽക്കുന്നില്ല. എവിടെ അടിമത്തം നിലനിൽക്കാത്തത്? നിങ്ങളെപ്പോലെ ഉന്നതകുല ജാതരായിട്ടുള്ള ആളുകളുടെ അടുത്താണ് അടിമത്തം നിലനിൽക്കാത്തത്. സാധാരണക്കാരായിട്ടുള്ള പണമില്ലാത്തവർ പോലും അടിമത്തത്തിന് ഇടയാവുന്നുണ്ട്. എന്നിട്ട് ഇവർ പറയുന്ന വേറൊരു കാര്യം, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. എല്ലാ തലത്തിലും അവർക്ക് ഉയർന്നു വരാനായിട്ടുള്ള സപ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെന്നാ. എന്ത് പരിഗണനയാണ് അവർക്ക് കൊടുക്കേണ്ടത്? അവരെ മനുഷ്യരായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അവരെ ഒരു വ്യക്തിത്വമുള്ളവരായിട്ട് കാണുന്നുണ്ടോ? കാണുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് അവരെ നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ മാറ്റി നിർത്തുന്നത്. ഒരു കോളം പോലും ഉണ്ട്. ഏതൊരു ഫോം എടുത്താലും ജാതി ഏതാണ്, ആ ജാതീയ തലത്തിൽ അവരെ നിങ്ങൾ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ എന്നുള്ളത്. കഷ്ടം തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ഒരു വ്യക്തിയെ അങ്ങ് വ്യക്തിഹത്യ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓടി വന്നത്. പക്ഷെ മൂഞ്ചി വാലും ചുരുട്ടി അകത്തിരിക്കേണ്ട അവസ്ഥയായി. എന്നാലും എൻ്റെ പൊന്നു മിനി, നിങ്ങൾ BJPയോടോ RSSനോടോ ഒക്കെ ഒന്ന് പോയി പറ. വേടൻ എന്ന് പറയുന്ന വ്യക്തി കേവലം ഒരു വ്യക്തി മാത്രമല്ല, അയാളൊരു സമൂഹത്തിന്റെ ശബ്ദമാണ്, കേരളത്തിന്റെ ശബ്ദമാണ്. ആ ശബ്ദം ഇനിയും ഉയർന്നു മുഴുങ്ങിക്കൊണ്ടേയിരിക്കും. എത്രയൊക്കെ പൊട്ടാവുന്നത്രയും പൊട്ടിക്കോ, ഒട്ടിക്കാവുന്നത്രയും ഒട്ടിച്ചോ. വേടൻ ഇനിയും കത്തിക്കേറും മക്കളെ.